ഇതാണ് ഈ പുഴയിലാണ് ഈ മുതിർച്ചി എന്ന് പറഞ്ഞത്. ഒന്നെങ്കിൽ ഓയിൽസ്റ്റർ എന്ന് പറയും, അല്ലെങ്കിൽ മുതിർച്ചി എന്ന് പറയും. ഇത് 30-30 വർഷങ്ങളായി ഞങ്ങൾ ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ കാലത്തെ ഇത് തന്നെ എടുത്തിട്ട് ഉപജീവനമാർഗം നടത്തുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു 10-25 കൊല്ലത്തിൽ ഭേദമായി നമ്മളൊക്കെ തോണിയിലെടുക്കുന്നത്. അതിനെക്കൊണ്ട് നമുക്ക് പരിചയം കൊണ്ട് ഒരു കുഴപ്പവും വരില്ല. പരിചയം ഇല്ലാണ്ട് എടുക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ മുങ്ങാന്ന് പറഞ്ഞാൽ രസസാഹസിക പരിപാടി തന്നെയാണ്. സെൻട്രിങ്ങിൻ്റെ പണിക്കൊക്കെ ഞാൻ പോയി. ഇപ്പോൾ എന്ന് വെച്ചാൽ അച്ഛൻ്റെ സമയകാലത്ത് എടുത്ത് മുങ്ങി പഠിച്ചതിനെ കൊണ്ടാണ് ഇപ്പോൾ തൊഴിലേക്ക് എത്തിയത്. ഇവിടെ തന്നെ കുറേ പണിക്കാരുണ്ട്. പിന്നെ ഒരു 10-20-25 പണിക്കാർ ഇതിൻ്റെ ചുറ്റുപാടുണ്ട് എടുക്കുന്നത്. വർഷങ്ങളായിട്ട് ഫാമിലി ആയിട്ട് തന്നെ എടുക്കുന്നത്. അത് പെങ്ങള് ഏട്ടന് അമ്മ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് ഇപ്പം വരില്ല. അക്കാലത്തൊന്നും തീരെ ഇതിന് പബ്ലിസിറ്റിയും ഇത് അങ്ങനെ പോലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനെ കൊണ്ട് ഇപ്പം ചോദിച്ചറിഞ്ഞ് ആൾക്കാർ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ ആയിരിക്കും സാധനം കാണും. പക്ഷേ അത് ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ അത്ര ക്ലിയർ ആയിരിക്കും. ഇങ്ങനെ 2 ഭാഗം അടത്താനുള്ളത്. ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാഴ്ചയുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് കഴിക്കാനും വെക്കാനൊക്കെ നല്ലൊരു സാധനമാണിത്. പണ്ടൊക്കെ കൊണ്ടു നടന്നിട്ടാണ് വിൽക്കൽ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ആൾക്കാർ ഒരേ ചെയ്തിട്ട് എല്ലാം വിറ്റ് ഇവിടെ തന്നെ സെയിലായി പോകുന്നുണ്ട്. ഈ മുതിർച്ചിൻ്റെ ലിറ്ററിൻ്റെ ബോട്ടിലിന് ഫുള്ളായിട്ട് കൊടുക്കുമ്പോൾ അതൊരു കിലോൻ്റെ വേദമുണ്ടാവില്ല. 100, 140 ഉണ്ടാവും. അതിന് 300 രൂപ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ വരുന്നത് കണ്ണൂർ പുതിയരു എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നേ. കുറച്ച് ഉള്ളോട്ടേക്ക് നടക്കാനുണ്ട്. നടന്ന് അപ്പോൾ ഇവിടുന്ന് പൊളിക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി. ഇവിടെ ഒരു 8 മണി 8:30 ആകുമ്പോഴേക്ക് എത്തിയാണ്. ഓൾറെഡി മുന്നേ ഓർഡർ ചെയ്ത അടുത്തെല്ലാം എടുത്തുകൊണ്ട് നിൽക്കാം. ഓരോ ജീവിക്കുണ്ടാകില്ല എൻ്റെ പ്രത്യേകത. ഇത് ഒരു സാധനം വന്നിട്ട് ഇതിനെ ആക്രമിച്ച് തമർത്താൻ കഴിയില്ല, പൊട്ടിച്ചെടുക്കാനൊന്നും കഴിയില്ല. അതാണത് ഭയങ്കര ചില്ലുമാതിരിയാണ്. ഇതിങ്ങനെ കൈ ഇതിപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇല്ലാണ്ട് എടുക്കുമ്പോൾ കീറിപ്പോവും കൈ. നിങ്ങളെ കത്തീനെക്കാട്ട് മൂർച്ച അത്രയും മൂർച്ചയുള്ള സാധനമാണ്. എൻ്റെ സേഫ്റ്റി അത് തന്നെയാണ്. ഈ പണ്ടേ ചെറുപ്പത്തിലേ പറയുന്നത് മുറി ഇറച്ചിന്നാണ് ഇത് പറയും. ചില ആൾക്കാർ ചോദിക്കും മെരുയിറച്ചിയാണോ മൂരിയിറച്ചിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിപ്പോഴും എല്ലാവർക്കും ഇതിനെ പറ്റി എല്ലാം അറിഞ്ഞ് ഇത് ഇംഗ്ലീഷിൽ പറയും ഓസ്റ്റർ. ഇതൊക്കെ ഇപ്പം വിദേശത്തൊക്കെ ഇപ്പോൾ ഇഷ്ടമാതിരിയായി. ഇത് പൊരിച്ചിട്ടും ഫ്രൈ ആക്കിയിട്ടൊക്കെ ഇവിടുത്തെ നമ്മളോട് വാങ്ങിയിട്ട് ഇഷ്ടമാതിരി ഗൾഫിലെത്തുന്നുണ്ട്. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളെ ബീഫ് എന്താണോ അതേമാതിരി തന്നെ എല്ലാ സാധനവും വെക്കാം. ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഏറ്റവും നല്ല ഫ്രൈ പൊരിക്കൽ. ഇതിനധികം വെള്ളമൊന്നും വെക്കണ്ട. വെള്ളമൊക്കെ ഇതിനകത്ത് തന്നെ വരും. തക്കാളി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനവും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫൊക്കെ നേരെ വറ്റിച്ചും കൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ ലേശം കുരുമുളകിൻ്റെ പൊടി എപ്പോഴും നല്ലതാണ്. ലേശം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കല്ലുമ്മക്കായി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമേ കേട്ട് പരിചയമുള്ളൊരു സാധനമാണ് കല്ലുമ്മക്കായി എന്ന് വെച്ചാൽ. ഇതിനെപ്പറ്റി ആരും എടുക്കലും ഇല്ല, ഇത് ഒന്നും ആരും ക്ലിയർ ഇതാക്കില്ല. ഇപ്പം ഞാനൊക്കെ പണ്ടേ ഇത് കഴിക്കലെന്നല്ലാണ്ട് പുറത്ത് ഒക്കെ അങ്ങനെ പോകല്ല. ഇപ്പോൾ ആൾക്കാരും കൂടി ചോദിച്ചു വരുന്നുണ്ട്. ദൂരം വഴി നോക്കാം. തിരുവനന്തപുരം, തമിഴ്നാട് കുറേ സ്ഥലത്തുനിന്ന് ഇവിടുന്ന് ഓൺലൈനിൽ എത്തിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഞാൻ ഇവർക്ക് കൊടുത്തില്ല. ഞാൻ പറഞ്ഞ പരിപാടി തുടങ്ങിയിട്ടില്ല. പണ്ടൊന്നും ഇതെന്ന് വെച്ചാൽ ഇത് ഇറന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങൂലായിരുന്നു. ഇപ്പോഴതല്ല. ഇപ്പോൾ ഇറന്ന് വെച്ചാൽ ഇത് കൊടുക്കാനുള്ള പ്രയാസമാണ്. ഈ ദൃശ്യങ്ങൾ നമുക്ക് വേണ്ടി പകർത്തിയ ഷിജിൻ നരിപ്പറ്റ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിജിൻ,
ഈ ഓയിസ്റ്റർ അല്ലെങ്കിൽ ഈ മുരു ഇറച്ചി എന്ന് പറയുന്നത് നമുക്ക് അധികം ഈ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർഡറൊക്കെ ചെയ്ത് ആദ്യം ഈ ഉപജീവന മാർഗം തേടുന്നവരെ നമ്മൾ കണ്ടെത്തണം. പിന്നീട് അവരോട് പോയി ഇത് ഓർഡർ ചെയ്താണ് വാങ്ങുന്നത് സാധാരണയായിട്ട്. അപ്പോൾ ഇത് കാണാനും ഒരു കൗതുകമാണ്. മാത്രമല്ല ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് അത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര സങ്കീർണമാണ്. കാരണം അവർ ഭയങ്കര എളുപ്പത്തിനൊക്കെ ചെയ്യും, പക്ഷെ നമുക്കതൊന്ന് മുറിച്ചെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മുരു ഇറച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഷിജിൻ? സേതു, ഗുഡ് മോർണിംഗ്. ഈ കല്ലുമ്മക്കായ, കക്ക ആ വിഭാഗത്തിൽ പെടുന്ന ഒരു ജീവിയാണ് മുരു. നമുക്കറിയാം കല്ലുമ്മക്കായും കക്കയൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. നമുക്ക് വാങ്ങിക്കണമെന്ന് തോന്നുവാണെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ മുരു അങ്ങനെ കിട്ടില്ല. മുരു ചിലപ്പോൾ അതിൻ്റെ ലഭ്യതക്കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അത് എടുക്കുക എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങിയെടുക്കണം. വെള്ളത്തിൽ മുങ്ങിയെടുക്കുന്ന മാത്രമല്ല, അത് പൊളിച്ച് നമുക്ക് ഭക്ഷ്യയോഗ്യ ആക്കി തരണമെങ്കിൽ നല്ല പണിയാണ്. അത്യാവശ്യം നല്ല പരിക്കൊക്കെ പറ്റാൻ സാധ്യതയുള്ള ജോലിയാണ്. ഇതെടുത്ത പ്രകാശേട്ടൻ തന്നെ പറയുന്നുണ്ട്, അയാളുടെ അച്ഛൻ്റെ കാലത്ത് മുതൽ ചെയ്തു വരുന്ന ജോലിയാണ്. അതുകൊണ്ടാണ് ആൾക്ക് ഈസി ആയിട്ട് മുങ്ങാനൊക്കെ പറ്റുന്നു. ആ രീതിയിലൊക്കെ ആ ഒരു വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു ജോലി ആയതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പ്രകാശേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഞാനൊക്കെ ഇത് മുമ്പ് പ്രാവശ്യം നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് കുറേ എടുക്കാം എന്നൊക്കെ കരുതി പോയിട്ട് അത്യാവശ്യം പരിക്കൊക്കെ പറ്റി ആഗ്രഹത്തിന് പോയതാണ്. പക്ഷേ നമുക്ക് കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ, മുരു ഈ സിനിമ, അതായത് ഉസ്താദ് ഹോട്ടൽ എന്നുള്ളൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഈ ജിഷ്ണു ചെയ്ത കഥാപാത്രം ദുൽഖർ സൽമാനോട് തട്ടിക്കയറിക്കൊണ്ട് പറയുന്നുണ്ട്, ഈ ഹോട്ടലിൽ ഏറ്റവും വില കൂടിയ ഡിഷാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്, അത് നമ്മുടെ ഈ മുരുവാണ്. പക്ഷേ സിനിമയിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ആളുകളുടെ ഇടയിലേക്ക് മുരു അത്ര കല്ലുമ്മക്കായ പോലെ അത്ര സുപരിചിതനായി എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ.